കൊല്ലം ആശ്രാമത്ത് മകന്റെ പേരിലുള്ള കാർ അപകടത്തിൽപ്പെട്ടതിൽ വാഹനമോടിച്ചത് CPM നേതാവിന്റെ മകനെന്ന് ബിന്ദു കൃഷ്ണ റിപ്പോർട്ടറിനോട്. അപകടം നടന്ന സമയം മകനല്ല വാഹനമോടിച്ചത്. അപകടത്തിൽ ഡ്രൈവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു പോലീസ്. പേര് പരാമർശിക്കാതെയാണ് FIR. അപകടത്തിൽ പരിക്കേറ്റ കായിക താരങ്ങളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. നമുക്ക് ആദ്യം ഒന്ന് പ്രതികരണം കാണാം, ആ ദൃശ്യങ്ങളും. ഈ അപകട സമയത്ത് ഞങ്ങളുടെ വണ്ടി ഓടിച്ചിരുന്നത് മോൻ്റെ കൂട്ടുകാരൻ കൂടിയായ തിരുവനന്തപുരത്ത് CPMന്റെ നേതാവിൻ്റെ മകനാണ്. പക്ഷെ അതൊന്നും ഒരു രാഷ്ട്രീയ വിഷയം ആകേണ്ടതല്ല. ഞങ്ങളുടെ പ്രാർത്ഥന അത് രാഷ്ട്രീയ വിഷയമാക്കാൻ ശ്രമിക്കുമ്പോഴും എൻ്റെ പ്രാർത്ഥന കുഞ്ഞുങ്ങൾ, ഞാനൊരമ്മയാണ്, എൻ്റെ മകന് അപകടം സംഭവിച്ചാൽ എന്താണ് മനസ്സിലുണ്ടാകുന്ന ഫീലിങ്സ്, ആ ഫീലിംഗ് തന്നെയാണ് എനിക്കുള്ളത്. ആ കുഞ്ഞുങ്ങൾ എത്രയും പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ പ്രാർത്ഥനയും ആഗ്രഹവും. കൊല്ലത്ത് നിന്നും ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, ഞാൻ ജയശങ്കറിലേക്ക് വരാം. അതിനു മുമ്പ് ആ ദൃശ്യം ഒരിക്കൽ കൂടി നമുക്കൊന്ന് പ്രേക്ഷകരെ കാണിക്കാം. ആ കാറ് എത്രമാത്രം അപകടകരമായ രീതിയിലാണ് വന്നിരുന്നത് എന്നത് ആ ദൃശ്യങ്ങളിൽ മനസ്സിലാവുന്നു. അമിത വേഗതയിലാണ് കാറ്. ആ സമയത്ത് കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇടതുവശത്തേക്ക് പാഞ്ഞ് അവിടെയാണ് ഈ ഹോക്കി താരങ്ങൾ കൂടിയായ കായിക താരങ്ങൾ കൂടിയായ പെൺകുട്ടികളെ ഇടിച്ച് താഴെയിടുന്നത്. അതിലൊരു കുട്ടിയുടെ നില കുറച്ച് ഗുരുതരവുമായിരുന്നു. അല്പം ആശങ്കയുണ്ടായിരുന്നു നമുക്ക്. പക്ഷേ ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അറിയാൻ കഴിയുന്നു. അമിത വേഗതയിലാണ് ആ കാറ് പോകുന്നത്. പാഞ്ഞു പോകുന്ന ദൃശ്യങ്ങളാണ് അതിലുള്ളത്. ബിന്ദു കൃഷ്ണയുടെ മകന്റെ പേരിലുള്ളതാണ് കാറെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഓടിച്ച സമയത്ത് മകൻ ഉണ്ടായിരുന്നില്ല എന്നാണോ ബിന്ദു കൃഷ്ണ പറയുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ജയശങ്കർ? FIR-ൽ പറയുന്നത് എന്താണ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. കഴിഞ്ഞ ദിവസം വൈകിട്ട് കൊട്ടിക്കലാശമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ കൊല്ലത്ത് ആശ്രമം മൈതാനത്തോട് ചേർന്നുള്ള ആശ്രമത്തേക്കുള്ള ലിങ്ക് റോഡിൽ ഈ ബിന്ദു കൃഷ്ണയുടെ മകന്റെ ഉടമസ്ഥയിലുള്ള മകന്റെ പേരിലുള്ള വാഹനം അപകടത്തിൽപ്പെടുന്നത്. പിന്നാലെ ഈ അപകടത്തിൽ 2 ഹോക്കി താരങ്ങളായ പെൺകുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇവരെ ആദ്യം ജില്ലാ ആശുപത്രിയിലും പിന്നീട് കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. ഇതിൽ ഒരു പെൺകുട്ടിയുടെ നില ഗുരുതരമായിരുന്നു. പക്ഷേ നിലവിൽ ഗുരുതരമായ നില തരണം ചെയ്തു എന്നാണ് നിലവിൽ ആരോഗ്യനില തൃപ്തികരം ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരുൾപ്പെടെ പറയുന്നത്. എന്തായാലും ബിന്ദു കൃഷ്ണ ഏറ്റവും ഒടുവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മോട് പ്രതികരിച്ചു. ഇന്നലെ രാത്രി തന്നെ അവർ റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞിരുന്നു വാഹനം തന്റെ മകന്റെ പേരിലുള്ളതാണ്. ഈ വിദ്യാർത്ഥികളുടെ ഈ 2 കുട്ടികളുടെയും ചികിത്സാ ചിലവ് ഉൾപ്പെടെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്തായാലും അവരുടെ പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. അതായത് ഈ വാഹനം ഓടിച്ചിരുന്നത് തിരുവനന്തപുരത്തെ ഒരു CPIM നേതാവിന്റെ മകനാണെന്നതാണ് അവരുടെ വെളിപ്പെടുത്തൽ. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി. ഒരു പ്രാദേശിക CPM നേതാവിന്റെ മകനാണ് ഇത്തരത്തിൽ വാഹനം ഓടിച്ചതെന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത്. പക്ഷേ ബിന്ദു കൃഷ്ണ പേര് പറയാത്ത സാഹചര്യത്തിൽ നമ്മളും പേര് പറയുന്നില്ല. ഒരു പ്രാദേശിക നേതാവിന്റെ മകനാണ് ഈ വണ്ടി ഓടിച്ചത്. എന്തായാലും പോലീസ്, ഈ കൊല്ലം ഈസ്റ്റ് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വാഹനം ഓടിച്ച ആൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പക്ഷേ പോലീസ് FIR ഇട്ട ഘട്ടത്തിൽ വാഹനത്തിന്റെ നമ്പർ, ആ വാഹനം ഓടിച്ച ഇന്ന നമ്പർ, വാഹനം ഓടിച്ച ഡ്രൈവർ എന്ന് മാത്രമാണ് FIR പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ആരും സൂചിപ്പിച്ചതുപോലെ CCTVയിൽ അമിത വേഗത്തിലാണ് ഈ വാഹനം പോകുന്നത്. പോലീസ് FIR-ലും ഈ ജീവന് അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ അമിത വേഗതയിൽ വാഹനം ഓടിച്ചെന്ന തരത്തിലാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ആശുപത്രിയിൽ കഴിയുന്ന കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അവർക്ക് മറ്റ് ഗുരുതരമായ പ്രശ്നങ്ങളില്ല എന്നാണ് ആശുപത്രിയിൽ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ബിന്ദു കൃഷ്ണ പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇതൊരു രാഷ്ട്രീയവൽക്കരിക്കരുത്, രാഷ്ട്രീയ വിഷയമാകേണ്ടതല്ല. അത് ബിന്ദു കൃഷ്ണയുടെ മകനാണെങ്കിൽ പോലും അറിഞ്ഞുകൊണ്ടല്ലോ ഇടിക്കുന്നത്. അപകടമല്ലേ? അപകടത്തിലേക്ക് അതങ്ങനെ സംഭവിക്കാം. പക്ഷേ വേഗത കുറച്ച് തന്നെ പോകേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച്. കൊല്ലം ജില്ലയിലെ തന്നെ കുളത്തുപുഴ മേഖലയിലും കണ്ടുള്ള ഒരു CPM നേതാവിൻ്റെ ഒരു മകൻ ബിന്ദു കൃഷ്ണയുടെ മകൻ്റെ സുഹൃത്താണ് എന്നുള്ളതാണ്. അദ്ദേഹമാണ് ആ വാഹനം ഓടിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കതിൽ ഔദ്യോഗികമായിട്ട് കാര്യങ്ങൾ ഇപ്പോൾ പറയുക സാധ്യമല്ല. FIR-ൽ പേര് ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. അപകടത്തെ ഒന്നും രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഒരു നല്ല കീഴ്വഴക്കമല്ല. പക്ഷേ അമിത വേഗതയിൽ ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് ഒഴിവാക്കുക എന്ന് തന്നെയാണ് പറയേണ്ടത്. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണ് നമ്മളെപ്പോഴും പറയും. നമ്മളുടെ ജീവിതം മാത്രമല്ല, റോഡിലൂടെ പോകുന്ന മറ്റു മനുഷ്യരുടെ ജീവിതവും നമ്മുടെ കൈകളിലാണെന്ന ബോധ്യം നമുക്കുണ്ടാവണം. സ്റ്റിയറിംഗ് വീല് എന്നുള്ളത് വിമാനം പറത്താനുള്ള ലൈസൻസ് അല്ല.